അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് അനുഭവിച്ചവർക്ക് ഈ മൈഗ്രെയിനെ പറ്റി അറിയും. പിന്നെ നമ്മള് അതും പരാജയപ്പെട്ടാൽ എന്താ ചെയ്യാ? ഹോമിയോ ഡോക്ടർ ഉണ്ട് അവിടെ, പ്രഗത്ഭനാണ്, ആടഞ്ഞൊന്ന് പോയി നോക്കുന്നറിയും. അങ്ങനെ ഹോമിയോ പോകും. അങ്ങനെ ഹോമിയോ ഒരു 2-3 കൊല്ലം ഹോമിയോ ചികിത്സിച്ചിട്ട് പറഞ്ഞോണ്ട് തന്നെ തദൈവ ഈ മൈഗ്രെയിൻ നിൽക്കൂല. കാരണം അവിടെ നമുക്ക് ഒരു ഗുളികയും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. പക്ഷെ ഇത് മാറുന്ന ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്തിരിക്കാം? ഇത് കഫക്കെട്ടിന്റെ പ്രശ്നമാണ്. പലരും ഈ നമ്മൾ എങ്ങനെങ്കിലും രോഗം മാറണം കിട്ടുക വെച്ചാൽ പലരും അനുഭവം പറയല്ലോ, അവിടെ പോയാൽ ഇവിടെ പോയാൽ എന്നൊക്കെ പറഞ്ഞ് പറയല്ലോ. അത് പ്രകാരമാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അച്ഛന്മാരും അമ്മമാരും അങ്ങനെ കൊണ്ടുപോവുക. അപ്പോ ഇത് മൂക്കിന്റെ പ്രശ്നമാണ്, മൂക്കിൽ കഫം കെട്ടിയിട്ടുള്ള പ്രശ്നമാണ്. അപ്പോ ഈ അന്ന് നസ്യം ചെയ്താൽ മതി എന്നറിയും. നസ്യം എന്നറിയാം, മൂക്കിലേക്ക് മരുന്ന് എത്തിച്ചിട്ട് നസ്യം ചെയ്യാന്നാണ് ഇതിന്റെ പേര് പറയാ. അപ്പൊ ഈ നസ്യം ചെയ്യലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. അപ്പൊ വയനാട്ടിലൊക്കെയാണ് ഈ നസ്യല്ല. അപ്പൊ അവിടെ പോയി അങ്ങനെ അവിടെ ചികിത്സയിലായി. പിന്നെയാണ് നിങ്ങളോടൊന്നും പറയാൻ പറ്റാത്തൊരു ചികിത്സയും കൂടി ഞാൻ എടുത്ത് കൂടോത്രം കേട്ടുമ്പോ ചികിത്സ ചെയ്തിട്ട് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാട്ടോ. കാരണം അങ്ങനെ ഒരു താത്തന്റെ അടുത്ത് പോയി, അങ്ങനെ താത്ത പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ മാറുന്നൊക്കെ പറഞ്ഞ് സംഗതി എന്തായാലും ഒരു കേരളത്തിലൊരു പരിപാടിയും ഇല്ല, ഏത് ചികിത്സയില്ല. എനിക്ക് ചികിത്സയാണത്. അങ്ങനെ ആകസ്മികമായിട്ടാണ് എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരം ശ്യാമ ഇങ്ങോട്ട് ഒന്ന് പോയി നോക്ക്, അക്കിപ്പച്ചന്റെ ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടില്, ഒന്ന് പോയി നോക്കാൻ പറയാം. അപ്പൊ ഞാനും പറഞ്ഞോണ്ട് തന്നെ ഒരു ചികിത്സ അല്ലേ, അത് പോയി നോക്കാന്നുള്ള തരത്തിലാണ് അക്കിപ്പച്ചന്റെ അടുത്ത് നമ്മളെ തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്തായാലും തങ്ങള് എനിക്ക് അന്ന് ഒരു 2-3 സൂചി എടുത്ത് ഞാൻ കാൽമലും നെറ്റിമലും ഇവിടെയൊക്കെ കുത്തി തന്ന്. എനിക്കിത് കണ്ടപ്പോ തോന്നി ഇതിപ്പോ വേറെന്തോ പരിപാടി ഞാനാണ്, ഇതുകൊണ്ട് എങ്ങനെയാ മാറുക എന്നൊക്കെ ചിന്തിച്ചു നിന്നപ്പോ ഞാൻ തന്നെ പിന്നെ തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഈ മാറാൻ ഇതുണ്ടെങ്കിൽ മാത്രം ചികിത്സിച്ചാൽ മതി. ഞാനിങ്ങനെ പലയിടത്തും പോയി കൊയ്യി ലാസ്റ്റ് വന്നതാണ് ഇവിടെ. തങ്ങൾ പറഞ്ഞ് വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞു വിശ്വാസമുണ്ട്, ദൈവത്തിൽ വിശ്വാസമുണ്ട്, പിന്നെ ഈ ചികിത്സയിൽ വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞു വിശ്വസിക്കാം. അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ എന്താ പറയാന്നറിയില്ല, ഞാനിപ്പോ തങ്ങളോട് ശരിക്കും കടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ആ ചികിത്സയിൽ ഞാൻ വിശ്വസിച്ചു. ആ ചികിത്സയിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഓരോ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോയി. എനിക്ക് കുറച്ച് ആശ്വാസം തോന്നി, ഓരോ ദിവസം ആശ്വാസം തോന്നി. ഞാൻ ഈ ഓരോ ആഴ്ചയും തങ്ങളെടുത്ത് വരുന്നത് പിന്നെ 2 ആഴ്ചയായി, പിന്നെ 3 ആഴ്ചയായി, പിന്നെ മാസത്തിലൊരിക്കലായി. ഇപ്പൊ ഞാൻ പോയിട്ട് എനിക്ക് വന്നൊരു 6 മാസമൊക്കെ ആയിട്ടുണ്ടാവും പുള്ളിയുടെ അടുത്തുനിന്ന് പോയിട്ട്. ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിക്കല്ല, എന്നെ കാണാനില്ലല്ലോ, എന്താ വരാത്തതെന്നൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വിളിക്കല. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വഴി പോകുമ്പോ ഇവിടെ ഒന്ന് കയറും. അപ്പൊ ഞാൻ പൂർണ്ണമായിട്ടും സംതൃപ്തനാണ്, ഈ ചികിത്സയിൽ ഞാൻ സംതൃപ്തനാണ്. തന്നെയല്ല പറയുന്നത്, ഞാനിപ്പോ ഒരു ഇംഗ്ലീഷ് മരുന്ന് ഗുളിക കഴിച്ചിട്ട്, സാധാരണ തലവേനൊക്കെ ഒരാൾ വേഗം പോയി കഴിക്കും, നമ്മൾ താഴത്ത് അവിടെ മെഡിക്കൽ ഷോപ്പിൽ പോയി പെട്ടെന്ന് കഴിക്കും ഗുളിക കാണിച്ച്. ഇപ്പൊ ഒരു വർഷമായിട്ട് ഞാൻ തീരെ ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കാറില്ല. തന്നെയല്ല, ഒരു രോഗം വന്നാൽ ഞാൻ പിന്നെ എന്തെങ്കിലും ഒരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ ഉടനടി തങ്ങളെ വിളിക്കും. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യും.